അപ്പോൾ നിങ്ങൾ 5 വർഷം മുമ്പ് ഒരു വീട് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. 50 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ 5 വർഷം മുമ്പ് ഒരു വീട് വാങ്ങിച്ചത്. ഇപ്പോൾ നിങ്ങൾ ആ വീട് കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 50 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല അല്ലേ? കാരണം എന്താ, നമ്മൾ 5 വർഷം ആ വീട് ഉപയോഗിച്ചു. ആ വീട് ഉപയോഗിച്ചപ്പം അതിന് കാലപ്പഴക്കം വന്നിട്ടുണ്ടായിരിക്കും, സ്ട്രക്ചറൽ ഡിറ്റീരിയറേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും, വിയർ ആൻഡ് ടിയർ ഉണ്ടായിട്ടുണ്ടാവും, അതുപോലെ തന്നെ സ്റ്റൈലും ഒക്കെ മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഡിക്രീസ് ആവും. നമ്മൾ അന്ന് വാങ്ങിച്ച വില ആയിരിക്കില്ല ഇപ്പോൾ നമ്മുടെ ബിൽഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക അല്ലേ? ആ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഡിക്രീസ് ആവുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? നമുക്ക് മെയിനായിട്ട് 4 മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ 4 മെത്തേഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, പിന്നെ ഒന്നാണ് കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡ്, തേർഡ് മെത്തേഡാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ആൻഡ് ഫോർത്ത് മെത്തേഡാണ് ക്വാണ്ടിറ്റി സർവേയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ മെത്തേഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ വർഷവും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ്, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ടാണ് എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കാം, ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഈ ഒരു വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ആയിട്ട് എടുത്തത് എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഈ 1 ലക്ഷം രൂപ തന്നെയാണ് അവിടുത്തെ ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിനെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, D is equal to C minus S by N. അപ്പോൾ അതിലെന്താ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്, അതുപോലെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആണ്, N എന്ന് പറയുന്നത് ലൈഫാണ്. ഓക്കെ, ലൈഫ് ഇൻ ഇയർ ആണ് നമ്മൾ N ആയിട്ട് കണക്കാക്കാം. ഇനി ഇതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് മെത്തേഡ് അല്ലേ? ഈ മെത്തേഡിനെ തന്നെ നമുക്ക് ഡിക്ലൈൻ ബാലൻസ് മെത്തേഡ് എന്ന് കൂടി വിളിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എല്ലാ വർഷവും ഒരു കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു 10% ആണെങ്കിൽ എല്ലാ വർഷവും ഈ ഒരു 10% തന്നെയാണ് അവിടുത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. 10% തന്നെയാണ് ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതായത് ഒരു കോൺസ്റ്റൻറ്റ് പെർസെൻറ്റേജ് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള ഇക്വേഷൻ ആണ് D is equal to 1 minus S by C whole raised to 1 by N എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താ? മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. ഈ ഒരു സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള സിങ്കിങ് ഫണ്ടിൻ്റെ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റിനെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഡിപ്രീസിയേഷൻ വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു ബസ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം. നിങ്ങൾക്കൊരു ബസ് ഉണ്ട്, ആ ബസ്സിൻ്റെ കാലാവധി 15 വർഷം കഴിയുമ്പോൾ തീരുകയാണ്. അപ്പോൾ 15 വർഷം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ബസ് റോഡിൽ കൂടെ ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ 15 വർഷം കഴിഞ്ഞ് എനിക്കൊരു പുതിയ ബസ് വാങ്ങണമെങ്കിൽ അതിന് എത്ര രൂപ വരുമോ ആ പൈസ ഞാൻ ഇപ്പോഴേ എന്ത് ചെയ്യാണ്, സ്വരുക്കൂട്ടി വെക്കുകയാണ്. അതിനെയാണ് ഞാൻ എന്ത് വിളിക്കാറുള്ളത്? സിങ്കിങ് ഫണ്ട് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ സിങ്കിങ് ഫണ്ടായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് ബാങ്കിലിടുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യവും ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് നമ്മളിവിടെ ഡിപ്രീസിയേഷൻ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡായിട്ട് പറയാം. ദെൻ നാലാമത്തെ മെത്തേഡാണ് ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി സർവേ മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ പുതുതായിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് എങ്ങനെയാണോ നമ്മൾ അതിൻ്റെ എസ്റ്റിമേഷൻ കണക്കാക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും, ഈച്ച് ആൻഡ് എവറി ഭാഗം നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ വാല്യൂ ചെയ്യാണ്. അതിന് വിയർ ആൻഡ് ടിയർ വന്നിട്ടുണ്ടോ, ഡിറ്റീരിയറേഷൻ വന്നിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മൾ വാല്യൂ ചെയ്തിട്ട് അതിനൊരു ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഡിപ്രീസിയേഷൻ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സൈലം ടെക്നിക്കൽ AE ആൻഡ് ഓവർസിയർ ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായിട്ട് ഉടനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.